നമസ്കാരം. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കഴിഞ്ഞത് ഈ അടുത്തിടെയാണ്. കപ്പടിച്ചത് സ്പെയിനാണ്. ചില വിജയങ്ങളും അതുപോലെ തന്നെ പരാജയങ്ങളും ഒക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ചില വിജയങ്ങൾ അത് ശരിയല്ല എന്ന അഭിപ്രായങ്ങൾ ചില ആളുകൾ പറഞ്ഞപ്പോൾ ചില പരാജയങ്ങളും ചർച്ചയായി. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ചില ചർച്ചകളൊക്കെ നടന്നു. ലോക ഫുട്ബോളിനെ വിഴുങ്ങുന്ന ഇസ്ലാമികത എന്ന വിഷയത്തെക്കുറിച്ചാണ് ജനം ടി വി ഒക്കെ ചർച്ച ചെയ്തത്. എന്തായാലും ആ ചർച്ചകളുടെ ഒന്നും ചൂടാറിയിട്ടില്ല. ഈ ചൂടാറുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ആ ഒരു ഗ്രാമപ്രദേശത്തിന് അഭിമാനിക്കാൻ വക നൽകിയിരിക്കുന്നു. ഷുഹൈദ് തങ്ങൾ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ആ ചെറുപ്പക്കാരൻ ഇന്ന് അണ്ടർ 20 ടീമിന്റെ, നമ്മുടെ നാഷണൽ ടീമിന്റെ ഗോൾ കീപ്പറാണ്. ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലാണ് ഈ ചെറുപ്പക്കാരൻ പഠിച്ചത്, 1 മുതൽ 10ാം ക്ലാസ് വരെ. ഈ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് തന്നെ CFA ചെറുതുരുത്തി ഫുട്ബോൾ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കളിക്കാൻ പോയി. ആദ്യമൊന്നും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഈ CFAയിൽ 3 കോച്ചുമാരുണ്ടായിരുന്നു. മജീദ്, കുട്ടപ്പൻ, താഹിർ, അങ്ങനെ 3 പേരുടെ ശിക്ഷണത്തിൽ കളിച്ച് അവസാനം ആ കളി സീരിയസ് ആയി. പിന്നീട് അറഫ സ്കൂളിൽ +1 +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഈ സമയത്ത് കിരൺ എന്ന് പറയുന്ന ഒരു കോച്ചിന്റെ ശിക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ ഇരിങ്ങാലക്കുട സഹൃദയ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന സമയത്താണ് ഈ മനോഹരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ബാംഗ്ലൂർ FC വേണ്ടിയും പിന്നീട് ഹൈദരാബാദ് ശ്രീനിധി ഡക്കാൻ എന്ന് പറയുന്ന ടീമിന് വേണ്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗോൾ കീപ്പറായി കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ആ ഒരു പ്രഖ്യാപനം വന്നു. ദേശീയ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന ആ ഒരു പ്രഖ്യാപനം. പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആദ്യമൊന്നും പിന്തുണയുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നാണ് ഷുഹൈദ് തങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും കളി കാര്യമായി മനോഹരമായ ആ വാർത്ത പുറത്തു വന്നു. അണ്ടർ 20 ടീമിന്റെ ഗോൾ കീപ്പറായി ഇപ്പോൾ നാഷണൽ ടീമിനോടൊപ്പം ചേർന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നാഷണൽ ടീമിന്റെ ഭാഗമാണ്. ഷുഹൈദ് തങ്ങള് അദ്ദേഹം പഠിച്ചു വന്ന വഴികളെക്കുറിച്ചും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ എത്തിയ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് മനസ്സ് തുറക്കുകയാണ്. ബാംഗ്ലൂർ ആയതുകൊണ്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. തങ്ങള് ടെലിഫോണിലാണ് ഇന്ന് തങ്ങളുമായി സംസാരിച്ചത്. ഹലോ ഹലോ. ഷുഹൈദ് തങ്ങളല്ലേ? അതെ അതെ. ഇപ്പം നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അല്ലേ? എവിടെയാണ് കറക്റ്റ് സ്ഥലം? എവിടെയാ? നാടാണോ? ആ, ഞാൻ ചെറുതുരുത്തി. ചെറുതുരുത്തിയിലാണ് വീട്. എവിടെ പഠിച്ചത്? ഞാന് ചെറുതുരുത്തി ഹൈസ്കൂളില്. ഓക്കെ, ചെറുതുരുത്തി ഹൈസ്കൂളില് എത്ര സമയം മുതൽ, പഠിക്കുന്ന സമയം മുതൽ ഫുട്ബോള് അതെ അതെ. ചെറുപ്പം മുതൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ ഫുട്ബോൾ കളിച്ചിരുന്നു. CFA പറഞ്ഞൊരു അക്കാദമിയില്. കളി സീരിയസ് ആയിട്ട് എടുത്തത് എപ്പോഴാ? ചെറുപ്പം മുതൽ തന്നെ. അതായത് നമുക്ക് അത്ര അങ്ങോട്ട് കാര്യങ്ങൾ അറിയില്ല, എന്നാലും ഒരു CFA പറഞ്ഞൊരു അക്കാദമി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ടീമിലായിരുന്നു ചെറുപ്പം മുതല്. അവരെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പഠിച്ചത് ചെറുതുരുത്തി സർക്കാർ സ്കൂളിൽ തന്നെ? അതെ അതെ. ഈ അറഫ സ്കൂളിന്റെ ഗോൾ കീപ്പർ ആണെന്ന് പറഞ്ഞിട്ട് അതെ അതെ. അത് ചെറുതുരുത്തി സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ +1 +2 വേണ്ടിട്ട് അറഫയിലേക്ക് പോയി. അവിടെ കുറെ കളികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു കളികളുടെ മുന്നേ. അപ്പൊ അതിന് പോയപ്പോ അവിടെ കിട്ടി. അപ്പോ അവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. ഈ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെയാ കളിച്ചത്? പിന്നെ സഹൃദയ കോളേജിന് വേണ്ടിട്ട്. ഇരിങ്ങാലക്കുട. ഇപ്പം എവിടെ നിലവിൽ കളിച്ചുകൊണ്ടിരുന്നത്? എവിടെ ഈ ദേശീയ ടീമിലേക്ക് പോകുന്നതിന് മുന്നേ? അതിന് മുന്നേ 2 ടീമിലായിരുന്നു. ഒരു ടീം ബാംഗ്ലൂർ FC പറഞ്ഞ ടീമില് 2 കൊല്ലം സുനിൽ ഛത്രിയൊക്കെ ഉള്ള ടീം. പിന്നെ ഇപ്പോ കറന്റ്ലി ശ്രീനിധി ഡക്കൻ പറഞ്ഞ ടീം. അതെവിടെ? ഹൈദരാബാദ്. ഓക്കെ. ഇപ്പം നാഷണൽ ടീമിനോടൊപ്പം ചേർന്നോ അതോ? ഞാനിപ്പോ ഇവിടെ 1 മാസമായി നാഷണൽ ടീമിന്റെ ഒപ്പമാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, താത്ത. തങ്ങൾ ഫാമിലിയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ തങ്ങൾ ഫാമിലിയിൽ നിന്ന് കളിയൊന്നും അത്ര സപ്പോർട്ട് ഇല്ല.
പിന്നെയും അങ്ങനെ അത് നല്ല കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ കളിയൊന്നും ആരും ഇല്ല അങ്ങനെ അധികം ഫാമിലി. ഇപ്പൊ എങ്ങനെ വീട്ടുകാരിപ്പോ എങ്ങനെയാണ് ഇപ്പോ ഇപ്പൊ കുഴപ്പമില്ല, സപ്പോർട്ടാണ് കാര്യങ്ങളൊക്കെ. കളി സീരിയസ് ആയി? ആ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും.